സാധാരണക്കാരായ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനായി സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൗത്യം എറണാകുളം ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും 2025 വർഷത്തെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് നേട്ടം കൈവരിച്ച ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ കാരുണ്യ ഫാർമസികൾ വഴിയുള്ള സൗജന്യ മരുന്ന് വിതരണം ഉടൻ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുമെന്നും മരുന്ന് കമ്പനികൾക്ക് നൽകാനുണ്ടായിരുന്ന കുടിശ്ശിക സർക്കാർ തീർപ്പാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സന്തുഷ്ടമാക്കാൻ തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് വളരെ കാര്യമായ പരിഗണന തന്നെയാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ രണ്ട് മേഖലകളുണ്ട്. ഒന്ന് പൊതുമേഖല, രണ്ട് സ്വകാര്യ മേഖല. ഈ രണ്ട് മേഖലകളും ആരോഗ്യരംഗത്തിന് അതിൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിലും പാവപ്പെട്ട രോഗികളുടെ അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല. ദേശീയ ആരോഗ്യ ദൗത്യം എറണാകുളം ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും 2025 വർഷത്തിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് നേട്ടം കൈവരിച്ച ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്പനികൾ മരുന്ന് വിതരണം ആരംഭിക്കുന്നതോടെ കാരുണ്യ കേന്ദ്രങ്ങളിലെ മരുന്ന് ക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമാകും. ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും അനുബന്ധ സ്റ്റാഫുകളുടെയും ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1960കളിലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് നിലവിൽ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വർധനവും കോവിഡ് പോലുള്ള പുതിയ പകർച്ചവ്യാധികളുടെ ആവിർഭാവവും കണക്കിലെടുത്ത് സ്റ്റാഫ് പാറ്റേണിൽ കാലോചിതമായ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. രോഗമുക്ത കേരളം സാധ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം അത്യാവശ്യമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. മഴക്കാല പകർച്ചവ്യാധികളും ഡെങ്കിപ്പനിയും പ്രതിരോധിക്കാൻ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഊർജിതമാക്കണം. ജനങ്ങളെ ബോധവൽക്കരിച്ച് മുന്നോട്ടു പോകാൻ പുതിയ പഞ്ചായത്ത് ഭരണസമിതികൾ തയ്യാറാകണമെന്നും മന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. റീജിയണൽ വാക്സിൻ സ്റ്റോറിന്റെ 4ാം നിലയിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് റീജിയണൽ വാക്സിൻ സ്റ്റോറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ 4,84 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. 2ാം ഘട്ടത്തിൽ 6,74.5 ലക്ഷം രൂപ ചെലവിൽ വെർട്ടിക്കൽ എക്സ്പാൻഷൻ നടത്തിയാണ് ഓഫീസ് സൗകര്യം ഒരുക്കിയത്. ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയായി. ഹൈബീഡൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ അനു S. നായർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. ഷാഹിർ ഷാ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഹനീഷ് MM, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.